മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഹരിത പ്രഖ്യാപനം കൊയിലാണ്ടിയിൽ നടന്നു. ഹരിത വിദ്യാലയങ്ങളുടെയും ഹരിത ഓഫീസുകളുടെയും ഹരിത അയൽക്കൂട്ടങ്ങളുടെയും പ്രഖ്യാപനം കാനത്തിൽ ജമീല MLA നിർവഹിച്ചു. ഡിസംബർ 31-നകം കൊയിലാണ്ടി നഗരസഭ സമ്പൂർണ്ണ ഹരിത സഭയായി മാറും. ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ മാലിന്യമുക്തം നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കൊയിലാണ്ടി നഗരസഭയിൽ ഹരിത വിദ്യാലയങ്ങളായി മാറ്റിയ വിദ്യാലയങ്ങളുടെയും ഹരിത ഓഫീസായി മാറ്റിയ ഓഫീസുകളുടെയും ഹരിത അയൽക്കൂട്ടങ്ങളാക്കി മാറ്റിയ അയൽക്കൂട്ടങ്ങളുടെയും പ്രഖ്യാപനം നടന്നത്. പദ്ധതി പ്രഖ്യാപനം കാനത്തിൽ ജമീല MLA നിർവഹിച്ചു. നവംബർ 1-നകം ഹരിത ഓഫീസാക്കി മാറ്റിയ കൊയിലാണ്ടി താലൂക്ക് ഓഫീസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ്, PWD റോഡ് ഡിവിഷൻ ഓഫീസ് കൊയിലാണ്ടി, നഗരസഭാ ഓഫീസ് എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ഹരിത വിദ്യാലയങ്ങളാക്കി മാറ്റിയ പെരുവട്ടൂർ LP സ്കൂൾ, പുളിയഞ്ചേരി UP സ്കൂൾ, മരുതൂർ GLP സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പന്തലായിനി എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റും MLA കാനത്തിൽ ജമീല വിതരണം ചെയ്തു. ഹരിത അയൽക്കൂട്ടങ്ങളാക്കി മാറ്റിയ 47 അയൽക്കൂട്ടങ്ങളുടെ പ്രഖ്യാപനവും MLA നടത്തി. നഗരസഭയിലെ മുഴുവൻ ഓഫീസുകളും വിദ്യാലയങ്ങളും അയൽക്കൂട്ടങ്ങളും ഘട്ടം ഘട്ടങ്ങളായി ഡിസംബർ 31-നകം ഹരിത ഓഫീസായും ഹരിത വിദ്യാലയങ്ങളായും അയൽക്കൂട്ടങ്ങളായും മാറ്റുന്ന പ്രവർത്തനത്തിന്റെ ആദ്യഘട്ട പ്രഖ്യാപനമാണ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് K സത്യൻ സ്വാഗതവും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ TK സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.